നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ സർക്കാർ എഞ്ചിനീയർക്കും കരാറുകാരനും ജയിൽ ശിക്ഷ. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ പുത്തൻകുളം നവീകരണ പദ്ധതിയിൽ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കാണ് ശിക്ഷ. അസിസ്റ്റന്റ് എഞ്ചിനീയറെയും മുനിസിപ്പൽ എഞ്ചിനീയറെയും തൃശൂർ വിജിലൻസ് കോടതി കഠിന തടവിന് ശിക്ഷിച്ചു. ലിഷോയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, എന്ത് തരത്തിലുള്ള അഴിമതിയാണ് നടന്നത്? ഇവർക്ക് എത്ര വർഷത്തെ കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്? 2007-2008 കാലഘട്ടത്തിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പുത്തംകുളം നവീകരണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി. അതായത് അന്നത്തെ കരാറുകാരനും അസിസ്റ്റന്റ് എഞ്ചിനീയറും മുനിസിപ്പൽ എഞ്ചിനീയറെയുമാണ് വിജിലൻസ് കോടതി കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ ഉണ്ടായ ക്രമക്കേട്, അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് സിമന്റും കമ്പിയും ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കാത്തതിനും കൃത്രിമം കാണിച്ച് കണക്ക് രേഖപ്പെടുത്തിയതിനും ആണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1,33,693 രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് വിജിലൻസ് കോടതി 2 വർഷം വീതം കഠിന തടവിനും 10,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. തൃശൂർ വിജിലൻസ് കോടതി മുനിസിപ്പൽ എഞ്ചിനീയറായ എസ് ശിവകുമാറിനെയും അസിസ്റ്റന്റ് എഞ്ചിനീയറായ MK സുഭാഷിനെയും കരാറുകാരനായ KA ചന്ദ്രനെയുമാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കരാറിൽ അഴിമതി നടത്തുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിധി ഏറെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിനെതിരെ മുതൽക്കൂട്ടാകുമെന്നാണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ പുത്തൻകുളം നവീകരണ പദ്ധതിയിൽ അഴിമതി നടത്തിയതിനാണ് ഉദ്യോഗസ്ഥർക്ക് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറെയും മുനിസിപ്പൽ എഞ്ചിനീയറെയുമാണ് തൃശൂർ വിജിലൻസ് കോടതി കഠിന തടവിന് ശിക്ഷിച്ചത്.